ഹായ് ഓൾ, എൻ്റെ പേര് റസീല. ഞാൻ 15th മെയ് ആയിരുന്നു ഖത്തർ പ്രോമെട്രിക് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. അൽഹംദുലില്ലാ പാസ്സായി. എക്സാമിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചെങ്കിൽ എക്സാം നല്ല ടഫായിരുന്നു. എനിക്ക് 4 ക്വസ്റ്റ്യൻസ് ആയിരുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്. എക്സാക്ട് സെയിം വന്നിട്ടുണ്ടായിരുന്നത്. അതിലൊരു കാൽക്കുലേഷൻ വന്നത് നമ്മളുടെ സെയിം മെറ്റീരിയലുള്ള അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ടഫായിരുന്നു. കുറച്ച് അഡ്വാൻസ് ലെവലിൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നോൺ ഫാർമക്കോളജി ആയിരുന്നു കൂടുതൽ. നോൺ ഫാർമക്കോളജി, ബിഹേവിയറൽ, കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് പ്രീവിയസ് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസൊക്കെ ആയിരുന്നു. പിന്നെ നല്ല ടൈം എടുത്ത് റീഡ് ചെയ്യേണ്ട രീതിയിലുള്ള ലെങ്ത് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഒത്തിരി ടെൻഷൻ ആവേണ്ട, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. സാറുടെ ക്ലാസ്സും മെറ്റീരിയലും ഫയൽസും എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഷുവറായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നല്ല അത്രയും ഹെൽപ്ഫുള്ളാണ് അതെല്ലാം. ഇനി ഞാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും എന്ന് എനിക്കറിയില്ല. എനിക്ക് ഒത്തിരി ടൈമില്ലായിരുന്നു. ഞാൻ 25 ഡേയ്സ് കൊണ്ടാണ് ഇത് മൊത്തം ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. അപ്പം എൻ്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യം തന്നെ സാറുടെ ക്ലാസ് കേൾക്കും. ഇപ്പോൾ ഒരു ചാപ്റ്ററിൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ അതോടൊപ്പം തന്നെ ആ ചാപ്റ്റർ ഞാൻ പഠിക്കും. അപ്പോൾ സാറുടെ ഒരു ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സാർ ഒത്തിരി പോയിൻറ്റ്സ് പറയുന്നുണ്ട് ഓരോ ചാപ്റ്റർ എടുക്കുമ്പോഴും. അപ്പോൾ ആ പോയിൻറ്റ്സ് എല്ലാം ഞാനൊരു ബുക്കിൽ നോട്ട് ചെയ്തിട്ട്, എക്സ്ട്രാ പോയിൻറ്റ്സ് കിട്ടും, അത് ഞാൻ അതുപോലെ തന്നെ മെറ്റീരിയലോ അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ട് നോട്ട് ചെയ്യുമായിരുന്നു. അത് നോട്ട് ചെയ്തിട്ട് ആ ചാപ്റ്റർ ഞാൻ പഠിക്കും. ആ ചാപ്റ്റർ പഠിച്ച് കഴിഞ്ഞിട്ട് നേരെ ഓറിയോൺ ഫയലാണ് ഞാൻ ട്രൈ ചെയ്തത്. കാരണം ഓറിയോൺ ഫയലിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഈസി ആയിരിക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ. അപ്പോൾ ഞാൻ ആ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യും. അങ്ങനെ ഓരോ ചാപ്റ്ററും ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക്, അതായത് നമ്മുടെ മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ ഓറിയോൺ ഫയൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈസി ആയിരിക്കും. മീൻസ് നമുക്കത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളുടെ യെല്ലോ ഫയൽ ക്ലിയർ ചെയ്തു. യെല്ലോ ഫയൽ ക്ലിയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈസി ആയിരിക്കും. അതായത് ഓറിയോൺ ഫയൽ കംപ്ലീറ്റ് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം യെല്ലോ ഫയൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതിലുള്ള ക്വസ്റ്റ്യൻസാണ് ഓൾമോസ്റ്റ് യെല്ലോ ഫയലിലും വരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഓറിയോൺ ഫയൽ, യെല്ലോ ഫയലെല്ലാം നോക്കുമ്പോൾ നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉണ്ടാവും. ആ ഡൗട്ട് ഉള്ളത് നമ്മൾ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോവുക. ഒന്നുകിൽ ചിന്നു മാമിൻ്റെ അടുത്ത് ചോദിക്കുക, അതല്ല നമ്മളുടെ ക്ലാസ് റൂമിൽ ഡിസ്കഷൻ, അതിൽ ഗ്രൂപ്പിലെല്ലാം നമുക്ക് ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടും. അപ്പോൾ അവരെടുത്ത് ചോദിച്ചിട്ട് അത് ക്ലിയർ ചെയ്യുക. അത് ക്ലിയർ ചെയ്ത് പോയിട്ടില്ലെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടായിരിക്കും പിന്നീട് ക്ലിയർ ചെയ്യുമ്പോൾ. എനിക്കത് അങ്ങനെ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് അങ്ങനെ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ അപ്പം തന്നെ ക്ലിയർ ചെയ്യുക. കാരണം എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അപ്പം തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഞാനത് ചിലതെല്ലാം വിട്ടുപോയിട്ടുണ്ടായിരുന്നു ക്ലിയർ ചെയ്യാൻ. അപ്പോൾ അത് നമ്മൾ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നീട് ഞാൻ നോക്കിയത് ക്രാഷ് കോഴ്സായിരുന്നു. ക്രാഷ് കോഴ്സ് നല്ല യൂസ്ഫുൾ ആണ്. കാരണം പുതിയതായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും അതിന് എക്സ്പ്ലനേഷനൊക്കെ മാം അതിൽ പറയുന്നുണ്ട്. അപ്പം ഞാൻ പിന്നീട് അതായിരുന്നു നോക്കിയിരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാം കൂടെ ഞാൻ പാരലായിട്ട് ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്വന്തമായിട്ടൊരു നോട്ട് പ്രിപ്പയർ ചെയ്തിരുന്നു. അതായത് നമ്മളുടെ ഈ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും അല്ലെങ്കിൽ പുതിയ ക്വസ്റ്റ്യൻസൊക്കെ കാണുമ്പം അത് ഞാൻ വേറൊരു നോട്ടിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം കുറേ ബെൽജർ ടെസ്റ്റ് പോലത്തെ ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ എന്താക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വേറൊരു നോട്ടിൽ അത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ടൈമിൽ റെഫറലായിട്ട് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നുമായിരുന്നു അത്. ഇനി എക്സാമിൻ്റെ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഓക്കെ ആയിരുന്നു, വലിയ ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ എല്ലാം ആൻസർ ചെയ്ത് പോയിട്ട് പിന്നീടായിരുന്നു ഞാൻ കാൽക്കുലേഷനും നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസൊക്കെ പിന്നീടായിരുന്നു ചെയ്തത്. പിന്നെ ലാസ്റ്റിൽ കുറച്ച് സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഞാൻ ഒന്നും കൂടെ റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് എന്തെങ്കിലും നമ്മൾ അറിയാണ്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ പിന്നീട് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റിൽ ഒരു 5 മിനിറ്റ്സിലായിരുന്നു ഞാൻ എൻഡ് കൊടുത്തത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒത്തിരി ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഓരോ ആൾക്കാരെ എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ റിവ്യൂ ഉണ്ടാവും. അതായത് അവർക്ക് വന്ന ക്വസ്റ്റ്യൻസൊക്കെ, അപ്പോൾ അതെല്ലാ ഏരിയ എല്ലാം കവർ ചെയ്ത് പോവുക. പിന്നെ നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിലും അതുപോലെ തന്നെ മറ്റ് വേറെ ക്ലാസ് റൂം എന്ന് പറഞ്ഞ ഗ്രൂപ്പിലൊക്കെ എപ്പോഴും ഡൗട്ട് ഡിസ്കഷനും ക്ലിയറിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ട് അതെല്ലാം പഠിക്കുക. പിന്നെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ മെയ് ഫയൽ, യെല്ലോ ഫയൽ, ഓറിയോൺ ഫയൽ, നൾ ഫയൽ, പിന്നെ മോക്ക് ടെസ്റ്റ്. നമ്മളുടെ ക്രാഷ് കോഴ്സിന് താഴെ മോക്ക് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള മെറ്റീരിയലിനെ കുറിച്ചും സാറുടെ ക്ലാസ്സുമാണ്. അതൊരു രക്ഷയില്ല സാറുടെ ക്ലാസ്. കാരണം എനിക്ക്
പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പഠിച്ചതൊക്കെ ഞാൻ ഈ ക്വസ്റ്റ്യങ്ങൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് ടെൻഷൻ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒത്തിരി ടെൻഷനാവുന്ന ഒരാളായിരുന്നു. അപ്പോൾ ടെൻഷനായിട്ട് എല്ലാം കൂടെ അങ്ങനെ കൺഫ്യൂഷനായൊരു സ്റ്റേജായിരുന്നു. പക്ഷേ ഞാനൊന്ന് റിലാക്സ് ചെയ്ത സമയത്ത് ഓരോ ക്വസ്റ്റ്യൻ വരുന്ന സമയത്തും സാറുടെ ക്ലാസ്സിൽ സാറ് പറഞ്ഞ പോയിൻറ്റ്സ്, കാരണം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരുന്ന കേസിലാണെന്ന് വെച്ചെങ്കിൽ ഓക്കെ, നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് അതുപോലെ ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഫുൾ ഇൻഡയറക്റ്റ് ആണ്. കുറച്ച് അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇതിൻ്റെ സൈഡ് ഇഫക്റ്റ്, പിന്നെ അതിൻ്റെ എന്താ പറയുക, ഇൻട്രാക്ഷൻസ്, ഇതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ആൻസർ ചെയ്യാൻ. അപ്പം അതിന് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് പറഞ്ഞാൽ സാറുടെ ക്ലാസ്സാണ്. കാരണം സാർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഓരോ ഡ്രഗിനെ കുറിച്ചും അതിൻ്റെ സൈഡ് എഫക്റ്റ്, പിന്നെ ഇപ്പോൾ ഇപ്പോൾ CNS ആണ് എടുക്കുന്നതെന്ന് വെച്ചെങ്കിൽ അത് ലിങ്ക് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ചാപ്റ്ററിൽ ഉണ്ടെങ്കിൽ അതും കൂടെ സാറ് പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പോയിന്റ്സ് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാം ഹോളിൽ അത് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം എനിക്ക് വന്ന ക്വസ്റ്റ്യൻസിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്, ശരിക്കും പറഞ്ഞാൽ സാറുടെ ക്ലാസ്സാണ് എനിക്ക് അത്രയും ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. പിന്നെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അതിലുണ്ട് എല്ലാ കാര്യങ്ങളും. അതായത് ആ ഒരു തിയറി ബേസ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ എക്സാം പാസ്സായത്. കാരണം ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നോക്കിയ ഒരു വ്യക്തിയാണെന്ന് വെച്ചെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഞാൻ പാസ്സാവുന്നത്. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ പറഞ്ഞാൽ അതിൻ്റെ ആൻസർ ഉണ്ട്, പക്ഷെ അത് എങ്ങനെ വന്നു, അത് എന്തുകൊണ്ട് വന്നു എന്നുള്ളത്, അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ ബേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ. പക്ഷെ അതല്ലാതെ ബേസിക് ആയിട്ടൊരു തിയറി എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് എന്തായാലും നിർബന്ധമാണ്. അപ്പം അങ്ങനെ ഒരു തിയറി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് ലെവലിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സാറുടെ ക്ലാസ്സും തിയറിയും എന്ന് പറഞ്ഞിട്ടുള്ളത് അത് ഒരു രക്ഷയില്ല. അതെന്തായാലും നമുക്കിനിയിപ്പോൾ ലൈഫിലും എനിക്ക് തോന്നുന്നത് നമുക്ക് ഇനിയിപ്പോൾ ഭാവിയിൽ ഇൻ്റർവ്യൂ ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങൾക്കാണെങ്കിലും ഒക്കെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഫ്യൂച്ചറിലേക്കും അത് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. ഇനി സ്പെഷ്യൽ താങ്ക്സ് പറയാനുള്ള ആദ്യം ആൻഡോ സാർ അടുത്താണ്. കാരണം സാറുടെ ക്ലാസ്സും സാറുടെ മെറ്റീരിയലൊക്കെ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. പിന്നെ ഇനിയിപ്പോൾ സാറാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ സാറിൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ, ഒത്തിരി ബിസി ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ പോലും നമുക്ക് ലേറ്റ് ആയിട്ടാണെങ്കിലും റിപ്ലൈ തരുന്നുണ്ട്, നമ്മളുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാറുണ്ട്. പിന്നെ ചിന്നു മാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മാം എനിക്ക് എക്സാമിന് പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ പോലും എനിക്ക് ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. തലേന്ന് രാത്രിയൊക്കെ ഒത്തിരി ലേറ്റ് ആയിട്ടാണെങ്കിൽ പോലും മാം ഇരുന്ന് എനിക്ക് ക്ലിയർ ആയോ പഠിച്ചു കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ച് നമ്മളെ അടുത്ത് ഇങ്ങനെ ക്ലിയർ ആക്കി തരും. നമ്മൾ മനസ്സിലായില്ല എന്ന് പറഞ്ഞാലും വീണ്ടും വീണ്ടും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ചിന്നു മാമിൻ്റെ അടുത്തും സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. പിന്നെ ഹോൾ ടീം മെമ്പേഴ്സിൻ്റെ അടുത്തും ഇനി എക്സാം എഴുതാൻ പോകുന്ന എല്ലാവരുടെ അടുത്തും ഓൾ ദ ബെസ്റ്റ്.